ഇറാൻ ഇസ്രയേൽ സംഘർഷ ഭൂമിയിലേക്ക് പോവുകയാണ്. കൂടുതൽ പ്രകോപനവുമായി ഇറാൻ ആണവ നിർവ്യാപന കരാറിൽ നിന്ന് പിന്മാറുമെന്ന് സൂചന. കരാറിൽ നിന്ന് പിന്മാറാൻ പാർലമെൻറ്റിൽ ബിൽ അവതരിപ്പിക്കാൻ നീക്കം. നിലവിലെ സാഹചര്യത്തിൽ ശരിയായ തീരുമാനമെടുക്കുമെന്ന് ഇറാൻ പ്രതിരോധ മന്ത്രാലയ വക്താവ് അറിയിച്ചു. അതേസമയം ഇറാന് മേൽ വ്യോമാധിപത്യമുണ്ടെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഇൻ്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, എന്തായാലും ആണവ നിർവ്യാപന കരാറിൽ നിന്ന് പിന്മാറുമെന്ന സൂചന ഇറാൻ നൽകിയിരിക്കുന്നു. അങ്ങനെ പിന്മാറാൻ പാർലമെൻറ്റിൽ ബിൽ അവതരിപ്പിക്കാൻ നീക്കമുണ്ട് എന്നും അറിയുന്നു. വിശദാംശങ്ങൾ ഐസൻ. തീർച്ചയായും 1970 മുതൽ ന്യൂക്ലിയർ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി അഥവാ ആണവ നിർവ്യാപന കരാർ റാറ്റിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അംഗീകരിച്ചിട്ടുണ്ട് ഇറാൻ പാർലമെൻറ്റ്. ഈ ഇറാൻ പാർലമെൻറ്റിൻ്റെ അംഗീകാരം ലഭിച്ച ഈ നിലപാടിൽ നിന്ന്, അല്ലെങ്കിൽ ഈ നിയമത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആ ധാരണയിൽ നിന്ന് പിന്മാറാനുള്ളൊരു നീക്കമാണ് നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു നീക്കം നടത്തുമ്പോൾ സ്വാഭാവികമായും ഇറാൻ ഇതുവരെ സംഭരിച്ചു വെച്ച ആണവായുധങ്ങളെല്ലാം പ്രയോഗിക്കുന്നതിനും, അല്ലെങ്കിൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്നതിനുമുള്ള ഉത്തരവാദിത്വം ഇല്ലാതാകുക എന്നൊരു നീക്കമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇറാനെതിരെ നടക്കുകയും ഇസ്രായേൽ തന്നെ വളരെ കൃത്യമായി 9ഓളം ആറ്റം ബോംബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇറാൻ എന്ന കൃത്യമായ നിലപാട് അറിയിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ കടുത്ത നടപടികൾ വിട്ടുവീഴ്ചയില്ലാതെ ഉണ്ടാകുമെന്നൊരു തീരുമാനം, ഒരു നിലപാട് തന്നെയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. ഇതിൻ്റെ പിന്നാലെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് നീങ്ങുമെന്ന ഒരു സൂചന നൽകിയിരിക്കുന്നത്. അതായത് ഇതിനായുള്ള നിയമനിർമ്മാണം, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 1970 റാറ്റിഫൈ ചെയ്ത ന്യൂക്ലിയർ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി, ആ ട്രീറ്റിയിൽ നിന്നും പിന്മാറുന്നതിന്, അല്ലെങ്കിൽ ആണവ നിർവ്യാപന കരാറിൽ നിന്നും പിന്മാറുന്നതിനെ പാർലമെൻറ്റിൽ തന്നെ ഒരു നിയമം നിർമ്മിക്കുകയും അത് എനാക്ട്മെൻറ്റ് നടത്തുവാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അക്കാര്യങ്ങളിലേക്കുള്ള നീക്കങ്ങൾ ഉടൻ തന്നെ നടക്കുകയില്ല എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. എങ്കിൽ കൂടി ഈ സംഘർഷഭരിതമായ സാഹചര്യം ഒഴിവായാൽ വീണ്ടും ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ ഇറാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ന്യൂക്ലിയർ ബോംബുകൾ പ്രയോജനപ്പെടുത്താൻ, അല്ലെങ്കിൽ ന്യൂക്ലിയർ ബോംബുകൾ ശത്രു രാജ്യങ്ങൾക്കെതിരെ പ്രയോഗിക്കാനുള്ളൊരു നീക്കം കൃത്യമായി നടക്കാനുള്ളൊരു സാഹചര്യം തള്ളിക്കളയാനുമാകില്ല. അങ്ങനെ വരികയാണെങ്കിൽ വലിയ തോതിലുള്ളൊരു ആക്രമണത്തിലേക്കും വലിയ തോതിലുള്ളൊരു നാശത്തിലേക്കും ലോകത്തെ തന്നെ നയിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. തീർച്ചയായും ഇത് ഇറാൻ ഇതൊരു ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കലാണോ ഇത്? അനിൽ, ഇത് രണ്ട് തരത്തിൽ ഇതിനെ നിരീക്ഷിക്കേണ്ടതുണ്ട്. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു ഭീഷണിയുടെ സ്വരം മാത്രമാണ്. കാരണം നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിൽ ആണവായുധങ്ങളെല്ലാം പ്രയോഗിക്കുന്നത് വലിയ ആഘാതങ്ങൾ ലോകത്തിന് മുഴുവൻ, അതായത് ഒരു മേഖലയിൽ പ്രയോഗിച്ചാലും ലോകത്തിന് മുഴുവൻ വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കുന്നൊരു സംവിധാനമാണ് ആണവായുധം. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു നീക്കം നടത്തുന്നു എന്ന് പറയുമ്പോൾ മറ്റു രാജ്യങ്ങൾ അലർട്ടാവുകയും കൃത്യമായ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യുമെന്ന ആ ഒരു പ്രതീക്ഷയിലാണ് ഒരു പരിധിവരെ ഇത്തരമൊരു തീരുമാനങ്ങളും ഇത്തരൊരു നീക്കത്തിലേക്ക് ഇറാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു സ്വയം പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായൊരു നീക്കമാകാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നീക്കം ഞങ്ങൾ നടത്തും, നിങ്ങളെ ആക്രമിക്കുമെന്ന രീതിയിലുള്ള ഒരു ഭീഷണിയുടെ സ്വരം ഓലപ്പാമ്പ് കാണിക്കുന്നതുമാകാം. എന്ത് തന്നെയായാലും ഇങ്ങനെ ഒരു നീക്കം ഇറാനിൽ ഉണ്ടാകുന്നു എന്നത് ഗൗരവത്തോടെ തന്നെ ലോകരാഷ്ട്രങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ആണവ നിർവ്യാപന കരാറിൽ നിന്ന് പിന്മാറി ആണവായുധങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള, അതുവരെ സൂക്ഷിച്ചിട്ടുള്ള ആണവായുധങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനും അത് യുദ്ധോപകരണമായി പ്രയോജനപ്പെടുത്തുന്നതിനുമുള്ള നീക്കങ്ങൾ നടത്തുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടി വരും. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ആണവ കരാറിൽ ഉൾപ്പെട്ട, അല്ലെങ്കിൽ ഈ ന്യൂക്ലിയർ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റിയിൽ ഉൾപ്പെട്ട രാജ്യങ്ങളൊന്നും തന്നെ ആണവായുധം പ്രയോഗിക്കരുത്, അല്ലെങ്കിൽ അനിവാര്യമായ ഘട്ടങ്ങളിൽ പോലും ആദ്യം പ്രയോഗിക്കരുത് എന്ന നിലപാടെല്ലാം തന്നെ പല രാജ്യങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. ഭാരതം ഉൾപ്പെടെ അത്തരത്തിലൊരു നിലപാടിലാണ് നിലനിൽക്കുന്നത്. ആണവായുധം ഒരിക്കലും ആദ്യമായി ഉപയോഗിക്കുന്ന രാജ്യം ഭാരതമാകില്ല എന്ന കൃത്യമായ നിലപാട് ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്. പല ധാരണകളിലും, പല രാജ്യങ്ങളിലും, അന്താരാഷ്ട്ര ധാരണകളിലും ഭാരതം അത് കമ്മിറ്റ് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറയുമ്പോൾ ഇറാൻ നിർമ്മിച്ചു വെച്ച 9ഓളം ആറ്റം ബോംബുകൾ പ്രയോഗിക്കാനുള്ളൊരു നീക്കം നടത്തുകയാണെങ്കിൽ വലിയ ആഘാതത്തിലേക്ക് അത് ചെന്നെത്തുമെന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അത്തരത്തിലൊരു നീക്കത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. പ്രത്യേകിച്ച് ഇറാൻ്റെ നിലവിലെ സാഹചര്യം കൃത്യമായി നിരീക്ഷിക്കുമ്പോൾ നമുക്കറിയാവുന്നതാണ്, ഇന്ന് 4 പേരാണ്, അതായത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോറിൻ്റെ നേതാക്കളായ 4 പേരാണ് ഈ 2 ദിവസങ്ങളിൽ കൊല്ലപ്പെട്ടത്. അതുപോലെ തന്നെ ആയത്തുള്ള അലി ഖമേനിയെ വധിക്കാനുള്ള നീക്കങ്ങൾ കൃത്യമായി ഇസ്രായേൽ നടത്തുകയും ചെയ്തു. അത്തരത്തിലുള്ള ഒരു സങ്കീർണമായ ഒരു സാഹചര്യം ശരിയാണ്. ആ വാർത്തയ്ക്ക് സ്ഥിരീകരണമുണ്ടോ? ആയത്തുള്ള ഖമേനി ബങ്കറിൽ ഒളിച്ചിരിക്കുകയാണ് എന്ന വാർത്തയാണ് പുറത്ത് വരുന്നത്. അങ്ങനെ ഒരു വധശ്രമം നടന്നിട്ടുണ്ടോ? അതിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ?
അനിൽ തീർച്ചയായും വധിക്കാനുള്ളൊരു നീക്കം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ അതിനെ പിന്തിരിപ്പിക്കപ്പെട്ടു. ആ നീക്കത്തിൽ നിന്നും ഇസ്രായേലിനെ പല രാജ്യങ്ങളും ഇടപെട്ട് പിന്തിരിപ്പിച്ചു എന്ന ചില വാർത്തകളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്, ചില സൂചനകളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ളൊരു സ്ഥിരീകരണങ്ങളൊന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എങ്കിലും അത്തരത്തിലൊരു നീക്കം, അതായത് നമുക്കറിയാവുന്നതാണ് ഈ ഇത്തരത്തിലുള്ള ഭീകര സ്വഭാവമുള്ള ഇറാൻ ഭീകര സ്വഭാവത്തോടെ ഭീകര സ്വഭാവം നിലനിർത്തുന്ന രാജ്യങ്ങൾ ഇറാനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും സംവിധാനങ്ങൾക്ക് ഇറാൻ പിന്തുണ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ഇറാനിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന പിന്തുണയുടെ അടിസ്ഥാനത്തിൽ നമുക്കിപ്പോൾ അറിയാവുന്നതാണ് ഖുദ്സ് ഫോഴ്സിൻ്റെ ഒരു മേധാവിയെയാണ് കൊലപ്പെടുത്തിയത്. ഖുദ്സ് ഫോഴ്സ് എല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് ഇത്തരത്തിലുള്ള ഭീകര സ്വഭാവമുള്ള സംഘടനകളെ പരിശീലിപ്പിക്കുന്നതിനും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ഒരുക്കുന്നതിനുമാണ്. അത്തരത്തിൽ നീങ്ങുന്ന സംഘടനകളെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഇസ്രായേലിൻ്റെ ഇറാൻ്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായി ഉണ്ടാവുകയും അതിൻ്റെ ആഘാതം മറ്റു രാജ്യങ്ങളിലെന്ന പോലെ സ്വാഭാവികമായും അതിശക്തമായി ഇസ്രായേൽ നേരിടുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ അതിന് നേതൃത്വം നൽകുന്ന, അല്ലെങ്കിൽ അത്തരമൊരു ലോകക്രമത്തിനെ സൃഷ്ടിച്ചെടുക്കുന്നതിന് നേതൃത്വം നൽകുന്ന അയത്തുള്ള അലി ഖമേനിയെ കൊലപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് എന്നൊരു അവസ്ഥ ഇസ്രായേലിനെ സംബന്ധിച്ച്. ഒറ്റ കാര്യം കൂടി, ഐസൻ, ഇറാൻ ഇസ്രായേൽ സംഘർഷം 4-ാം ദിവസത്തിലെത്തി നിൽക്കുകയാണ്. ഇപ്പോൾ നോക്കൂ, ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് ഇറാന് മേൽ പൂർണ്ണമായും വ്യോമാധിപത്യം നേടാൻ സാധിച്ചിട്ടുണ്ട് എന്ന ഒരു അവകാശവാദം ഇപ്പോൾ ഇസ്രയേൽ ഉന്നയിച്ചിട്ടുണ്ട്. ഈ 4 ദിവസത്തെ സംഘർഷത്തിൽ ഏറ്റവും കൂടുതൽ കാഷ്വാലിറ്റീസ് എവിടെയാണ് ഉണ്ടായിരിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ. തീർച്ചയായും വൻതോതിൽ ആൾനാശം ഉണ്ടായിരിക്കുന്നത് ഇറാനിൽ തന്നെയാണ്. 400-ലേറെ പേർ ആദ്യ ദിവസം തന്നെ മരിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. സേനാ വിഭാഗങ്ങൾക്ക് വലിയ തോതിൽ നാശനഷ്ടം സംഭവിച്ചിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാവുന്നതാണ് വിവിധ സേനാ മേധാവികൾ, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോറിൻ്റെ മേധാവി, അത്തരത്തിലുള്ള നിരവധി നേതാക്കളെ ഉൾപ്പെടെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഇറാനെതിരെ നടക്കുകയും ചെയ്തു. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 1000-ഓളം പേർ കൊല്ലപ്പെട്ടു, 1000-ഓളം മനുഷ്യർ കൊല്ലപ്പെട്ട ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. എന്നാൽ ഈ നിലവിലെ സാഹചര്യത്തിൽ അത്ര ആൾനാശം കണക്കെടുക്കുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് 100-ൽ താഴെ അല്ലെങ്കിൽ 50-ൽ താഴെ മാത്രമാണ് ഒരു ആൾനാശം ഉണ്ടായിരിക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ സുരക്ഷിതമായ താവളങ്ങളിലേക്ക് ഇസ്രായേൽ ജനതയെ മാറ്റാൻ ഇസ്രായേലിന് സാധിച്ചു എന്നതുകൊണ്ട് തന്നെ വൻതോതിലുള്ള ആൾനാശം ഉണ്ടാകാതിരുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഒരു അണുബോംബിൻ്റെ രീതിയിലേക്കുള്ള ആക്രമണം പോവുകയാണെങ്കിൽ പ്രശ്നങ്ങൾ അതിസങ്കീർണമാകുന്നൊരു സാഹചര്യം ഉണ്ടാകും. അത്തരമൊരു സാഹചര്യം ഒഴിവാക്കുക എന്ന നീക്കം കൃത്യമായി നടക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ് ഈ അയത്തുള്ള അലി ഖമേനിയുടെ വധം നടക്കേണ്ടത്, അല്ലെങ്കിൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ഹൂതി ഭീകരരെയും അതുപോലെ തന്നെ ഹിസ്ബുള്ള, ഹമാസ്, അതുപോലെ തന്നെ ഈ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർ എന്ന് പറയുന്ന സംവിധാനത്തിനെ പിന്തുണയ്ക്കുന്ന മറ്റു ഭീകര സംഘടനകൾ, ഗൊലാൻ കുന്നിലെ ശക്തമായ ഭീകര സാന്നിധ്യം, ഇത്തരത്തിലുള്ള വിവിധങ്ങളായ ഭീകര സ്വഭാവമുള്ള സംഘടനകളുടെ സാന്നിധ്യത്തെ നിലനിർത്തുന്നതിനെ ഖുദ്സ് ഫോഴ്സ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഖുദ്സ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സമാന്തര സേനാ സംവിധാനം ഉപയോഗിച്ച് അവർക്ക് പരിശീലനം നൽകുകയും ആയുധങ്ങൾ ലഭ്യമാക്കുകയും മറ്റു സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന ആ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് ഈ അയത്തുള്ള അലി ഖമേനിയുടെ നേതൃത്വത്തിലാണ്. അത്തരത്തിലൊരു നേതൃത്വത്തെ ഇല്ലാതാക്കേണ്ടത് ആ മേഖലയിലെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് അനിവാര്യമാണ് എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ വധം അനിവാര്യമെന്ന ഒരു നിഗമനത്തിലേക്ക് ഇസ്രായേൽ എത്തുകയും ചെയ്യുന്നത്. നന്ദി ഐസൻ. കൂടുതൽ പ്രകോപനവുമായി ഇറാൻ ആണവ നിർവ്യാപന കരാറിൽ നിന്ന് പിന്മാറുമെന്ന് സൂചന. കരാറിൽ നിന്ന് പിന്മാറാൻ പാർലമെന്റിൽ ബിൽ അവതരിപ്പിക്കാൻ നീക്കം. നിലവിലെ സാഹചര്യത്തിൽ ശരിയായ തീരുമാനമെടുക്കുമെന്ന് ഇറാൻ പ്രതിരോധ മന്ത്രാലയ വക്താവ് അറിയിച്ചു. അതേസമയം ഇറാന് മേൽ വ്യോമാധിപത്യമുണ്ടെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചു. ഐസൻ ജോസാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.